നൂറുകണക്കിന് ഏക്കറിലെ ഭൂമി തകിടം അടിമേൽ മറിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വിലാപമുയരുന്ന വിലങ്ങാടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്യു സാറ് വീട്ടിൽ സുരക്ഷിതനായിരിക്കുമ്പോൾ സഹജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലുള്ള ആളുകളെയൊക്കെ ഇവിടെ ഇരുത്തി താഴെ ഇറങ്ങി എല്ലാവരെയും ഫോൺ വിളിച്ചുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടത്. വയനാടിനേക്കാൾ വലുതെന്നൊരു പക്ഷേ പറയാവുന്ന ഉരുൾപൊട്ടലാണ് ഈ പ്രദേശത്തുണ്ടായത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് മരണം സംഭവിക്കാതെ അവരെയൊക്കെ തന്നെ ഏതാണ്ട് 100ഓളം ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത് മാത്യു മാഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു. എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ട് വിഭ്രാന്തരായി നിൽക്കുന്നൊരു സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മാഷ് താഴേക്ക് ഇറങ്ങുകയും ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തുകയും അപ്പോഴും അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലിൻ്റെ മുട്ട് വരെ ചളിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ച് കയറാമായിരുന്നു. അപ്പോഴും മറ്റുള്ളവരോട് വേഗം രക്ഷപ്പെടാൻ പറയുകയും താൻ സേഫാണ്, നിങ്ങളുടെ രക്ഷപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചളി കയറുമ്പോഴും ഫോണിൽ മറ്റുള്ളവരോട് വേഗം രക്ഷപ്പെടാനുള്ള തന്നെ രക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടുന്നതിന് പകരം മറ്റുള്ളവരോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത വലിയ ധന്യമായ ഒരു മനസ്സിൻ്റെ, സഹജീവികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു മാഷ്. ഒരു ജീവിതകാലം മുഴുവൻ, ഒരായുസ് മുഴുവൻ കൃഷി ചെയ്തുകൊണ്ട് രാഷ്ട്ര സേവനം നടത്തിയൊരു സമൂഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉചിതമായ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് കൊടുക്കണം. ഈ രക്ഷപ്പെടുത്തലിന് ഇവിടെ വലിയൊരു ദുരന്ത വാർത്ത, വയനാട്ടിലെ പോലെ ഒരു ദുരന്ത വാർത്ത, ആളുകളുടെ മരണ വാർത്ത കേൾക്കാതിരിക്കാൻ ഒരു സാഹചര്യമൊരുക്കിയ മാഷെ രക്തസാക്ഷിത്വത്തിന് അതിൻ്റേതായ രൂപത്തിൽ പരിഗണന കൊടുത്തുകൊണ്ട് കുടുംബത്തിലൊരാളെ സർക്കാർ ജോലിയിലേക്ക് പരിഗണിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല സർക്കാരിൻ്റെ ചുമതലയാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, അത് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.